ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ നല്ല വെയിലോ തെളിഞ്ഞ് വരുന്നുണ്ട്. നല്ല വെയിലല്ലേ പകൽ, അതുകൊണ്ടേ നമുക്ക് കുറച്ച് വത്തലമുളക് ഉണങ്ങി എടുക്കാം. കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട്. രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുമായിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കമ്പത്തിന് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നേ. നമ്മുടെ മുളക് പൊടി തീർന്നായിരുന്നു. പിന്നെ ഉണ്ടാക്കുക. നമ്മളെ കഴിഞ്ഞ തവണ മുളക് വാങ്ങിച്ചതുപോലെ തന്നെ കഴുകി പൊടിച്ചിട്ട് 9 മാസം നമുക്ക് മുളക് പൊടി ഉണ്ടായിരുന്നു. 9 മാസോ? അന്ന് നമ്മൾ 6 കിലോ എങ്ങാണ്ടും വാങ്ങിച്ച് പൊടിപ്പിച്ചിട്ട് കുറച്ച് എൻ്റെ ആറിന് കുഞ്ഞാൻ്റിക്ക് കൊടുത്തു വിട്ടു. ബാക്കി നമ്മളിവിടെ വെച്ചായിരുന്നേ. അത് തീർന്നു. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് കഴുകി ഉണങ്ങി പൊടിപ്പിക്കാം. ഇത് തീരുന്നതിന് മുമ്പ് നമുക്ക് വെയിലുള്ളപ്പോൾ തന്നെ കുറച്ചുകൂടെ വാങ്ങിച്ച് പൊടിപ്പിക്കണം. ഇത് കൂടാതെ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. വെയിലുള്ളപ്പോൾ നമുക്ക് ഇത് കണ്ടോ, വാളംപുളിയുടെ സീസണായേ. പുളി പറിക്കുന്ന സമയമേ നമുക്ക് പുളി ഇപ്പം കുറച്ച് ആദ്യം പറിച്ചത് ഒരു ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെയിലത്ത് വെക്കണം. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, തൊട്ട് കഴിയുമ്പോൾ കയ്യിൽ ഒട്ടുമല്ലേ. ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം കുത്തിയെടുക്കണം, എന്നിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ഇതുകൂടെ വെയിലത്ത് വെക്കാം. നല്ല വെയിലാണ് രാവിലെ തന്നെ. എന്നാ ബാ, ഇത് പുളി നിരത്താൻ എൻ്റെ കൂടെ കൂടണം. അങ്ങോട്ട് നോക്കിയാ നല്ല രസമല്ലേ ഇപ്പൊ കാണാൻ. വെയിലല്ലേ ഇപ്പം നല്ല രസം. കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ചൂടാവും. പക്ഷെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വരയ്ക്കാതിരുന്നാൽ തണുപ്പുണ്ട്. രാവിലെ നമ്മുടെ കാപ്പി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ പുട്ട്, ബീഫ് കറി, നല്ല കാന്താരി, കപ്പ, ഉണക്കപ്പ, നല്ല സൂപ്പർ കപ്പയാണ്. ഉണക്കപ്പ ഇത് മെയ്സ് പൊടിയും പുട്ടുപൊടിയും കൂടെ ചേർത്തുണ്ടാക്കിയ പുട്ട. മെയ്സ് പൊടിയാണോ? പകുതി മിക്സഡാ അല്ലേ? പുട്ട് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിച്ചിട്ട് പറമ്പിൽ പോകണം. നാളെ കഴിഞ്ഞ് കായ എടുക്കണം. ആരൊക്കെ വരുന്നുണ്ട്? കുഞ്ഞിക്ക് പരീക്ഷയുണ്ട്. എപ്പം? 1:30. നിനക്കോ? ആണോ? അപ്പം നമുക്ക് പോവാം. പോരെ, അമ്മച്ചിയെ കൊണ്ടുപോകല. കാപ്പൊടി രാവിലത്തെ നമ്മൾ കാപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടേ പറമ്പിലോട്ടൊന്ന് പോവായിരുന്നു. അപ്പുറത്തെ പറമ്പിലെ കായ എടുക്കുന്നുണ്ടേ. അപ്പം നല്ല ചൂട് ബോണ്ടയുണ്ട്. ബോണ്ടയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയേക്കാം. അപ്പം നമുക്ക് പണിക്കാർക്ക് കൊടുക്കാനുള്ളേ അത് വേണ്ട, അത് കിട്ടിയേ. അപ്പം നമ്മുടെ ചൂട് ബോണ്ട കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൊണ്ടുപോയി ചൂട് ബോണ്ടായും കടുങ്കാപ്പിയും കൂടെ വെച്ച് അവർക്ക് കൊടുക്കാം. നമ്മളിവിടെ ഇങ്ങനെയാണേ, ചോറ് 10 മണിക്ക് കഴിക്കും, 1 മണിയാകുമ്പോൾ കാപ്പിയും കടി. ഇപ്പോൾ വേനൽക്കാലം ആയപ്പോഴേക്കുമേ നമ്മുടെ ഏരിയയിൽ ഫുള്ള് കുഴൽക്കിണർ വണ്ടി വരും. എന്നുവെച്ചാൽ വെയിലത്താണ് ഇവിടെ ഏലത്തിന് വെള്ളം വേണ്ടതുകൊണ്ട് വേനൽക്കാലത്ത് ഫുള്ള് കുഴൽക്കിണർ അടിയായിരിക്കും. ഇപ്പോൾ ഇവിടെ എവിടെയോ കുഴൽക്കിണർ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ് ഇവിടെ. ഒരു ചോറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന അവിടെ. എങ്ങനെയുണ്ട്? തോട്ടത്തിൽ വന്നിട്ട് നല്ല AC-ക്കകത്തല്ലേ? അതെ, AC കാലാവസ്ഥ. ഈ ഏലത്തിനകത്ത് നല്ല തണുപ്പാണ്. ഇത് എപ്പോഴും വെയിലായി കഴിയുമ്പം ഏലം നനയ്ക്കുന്നത് കൊണ്ട് തണുപ്പ് നിൽക്കും, നല്ലപോലെ തണുപ്പ് നിൽക്കും. അതുപോലെ തണലുമുണ്ട്. അതെ, ഇതിനകത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. എനിക്ക് പോകാൻ തോന്നുന്നില്ല ഇവിടുന്ന്. കാ പഴുത്ത് കേട്ടോ, നാളെ എടുത്തേക്കാം. നല്ലപോലെ പഴുത്തു. എടുക്കാറായോ? എല്ലാം പഴവാ. അമ്മയ്ക്കറിയത്തില്ല, അതൊന്ന് കാണിച്ചു കൊടുക്കും. അതെല്ലാം പഴവാ അല്ലേ? ഇത് പഴവാ. എടുക്കാറായി. ഇത് രണ്ടും പഴവാ. നാളെ എടുത്തേക്കാം. നാളെ എടുത്തേക്കാം കായ. രാവിലെ വീട്ടിലെ പണിയെല്ലാം തീർത്ത് ഇങ്ങോട്ട് പോകുന്നത്. അതെ, അത് ശരിയാ. ഒരു ഊഞ്ഞാലും കൂടി ഇവിടെ ഈ മരത്തെ കൂട്ടി കെട്ടിയിട്ടാ മതി. ഊഞ്ഞാലാടാനല്ല വരുന്നത്, നനയ്ക്കണ്ടേ? എനിക്ക് ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്ന് ഉറങ്ങാനും നല്ല സുഖമാ. അതെ, നനച്ച്. കുറച്ചു പേര് വരുന്നുണ്ട് കേട്ടോ, തോട്ടം കാണണമെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഇത് കണ്ടോ ഒരു ചക്ക കിടക്കുന്നേ. ഈ പ്രാവശ്യം ചക്ക ഉണ്ടോന്ന് ചോദിച്ചു ഇഷ്ടം പോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ചക്ക ആയോന്ന് ചോദിച്ചു. അതുകൊണ്ട് ചക്ക കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. ഈ പ്രാവശ്യം ചക്ക ഇല്ല. മുകളിലോട്ടൊക്കെ 2-3 ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിറഞ്ഞുണ്ടാവുമേ. പിന്നെ ഉണ്ടാവും. പിന്നെ വേറൊരു ഇതുണ്ട് കേട്ടോ, നമ്മുടെ മുളക് ഉണങ്ങിയതെല്ലാം അതെല്ലാം ഇന്ന് എടുത്തോണ്ട് പോകണം. കുരുമുളകെല്ലാം ഉണങ്ങി ഓർത്തോണം പോകുമ്പോഴേ. ഈ ശരത്തിന്റെ മേളുവശം കുത്തിപ്പോയി. ഇതാണ്. ഇനി ആ ശരം വളരുകയാണ്. അതിന്റെ മേളുവശം കുത്തി. ആ മേളുവശം ഈ തണ്ടുവരപ്പം കയറി കുത്തി കഴിയുമ്പോൾ പിന്നെ മേളിലോട്ട് അത് പോയി അതിലുള്ള ആദായം ഇത്ര എണ്ണത്തിനേ കിട്ടത്തുള്ളൂ. തേങ്ങ ഉണങ്ങി കിടപ്പുണ്ട് കേട്ടോ. അവിടെ കിടന്നോട്ടെ.
എന്ന് ഞാൻ വരുമ്പോ പറയുന്നത് ഇതാരേലും വിളിച്ചാ തേങ്ങ വന്ന് ഇടിക്കാന്ന്. ഇരിക്കാൻ സത്യം പറഞ്ഞാണല്ലോ, ഉം. ഒരു മനുഷ്യനില്ല. ഉം. ഞാൻ 2-3 പേരോട് പറഞ്ഞു, ഇവരാരും ഈ ചെറിയ ചെറിയ കേസായതുകൊണ്ട് ആരും വരുമല്ലോ. ഓരോ തെങ്ങയിലായിട്ട് കയറാനാരും വരുമല്ലോ. അതുകൊണ്ടാ തോട്ടത്തിന്റെ നടുക്കായോണ്ടേ പണിയുന്ന നമ്മുടെ ഹോംസ്റ്റേക്ക് അകത്ത് നല്ല തണുപ്പാണ് കേട്ടോ. അതെ, പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ളതേ ഉള്ളൂ. അതെ, ഹോംസ്റ്റേയുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഇവിടെ തോട്ടത്തിനകത്ത് ഇങ്ങനെ തന്നെയാണ്. ഗ്ലാസ് ഇടാനായിരിക്കും അല്ലേ? അമ്മ ഇതാ കറങ്ങിത്തെറ്റി അതിലേക്ക് പോയിട്ടുണ്ട്. പണി നോക്കാൻ പോയതാണോ? ആണോ? അത്ര ആയത് അറിഞ്ഞില്ല. മറ്റേ അപ്പുറത്തേത് ഇതിന്റെ 2ാമത്തെ നില മേളിലത്തെ വാർത്തു, അപ്പുറത്തെ ഒരു നില വാർത്ത്. ഇനി അത് വാർക്കണം. താഴെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിന്റെ തൊട്ട് താഴത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഏതാ അതിന്റെ മേളിലും കൂടെ വാർക്കണം. ഇതിപ്പോൾ 2ാമത്തെ നില വാർത്തു. ഇനിയിപ്പം ഇതിന്റെ മേളുവശം അടുത്ത ഘട്ടമായിട്ട് വാർക്കണം. ഉണ്ട്, താഴെയുണ്ട്. തൊട്ട് താഴോട്ടുള്ള ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. വാർക്കയൊക്കെ നടക്കുന്നു. പില്ലർ കുഴിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്വിമ്മിംഗ് പൂളാ. ഇത് നമ്മുടെ ഹണിമൂൺ കോട്ടേജ്. അതിനുള്ള സ്വിമ്മിംഗ് പൂൾ പണിയാനുള്ള സംഭവമാണ്. കൊള്ളാം. ചാടി കുളിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ അതൊക്കെ നമ്മൾ ഇതെല്ലാം പണി തീർന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി നീല കളർ വെള്ളമായിരിക്കും. നീല വെള്ളം. അതെങ്ങനെയാ ഈ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം നീല കളറിൽ കിടക്കുന്നത്? അതിന്റെ ഫിൽട്രേഷൻ യൂണിറ്റ് ഈ ഇടത്തെ സൈഡിൽ കാണുന്ന റൂം കണ്ടോ, അതിനകത്താണ് അതിന്റെ ഫിൽട്രേഷൻ യൂണിറ്റ് എല്ലാം വരുന്നത്. ഇതിലേക്ക് വരുവാണെങ്കിൽ താഴെ പോവുകയാണേലേ ഒരു ചക്ക വിളഞ്ഞ് കിടപ്പുണ്ട്, അതൊന്ന് പോയി നോക്കാം. ഉണ്ടോ? ഉണ്ട്. ആണോ? എവിടെയെങ്കിലും ഒക്കെ കാണും, 1-2 ഒക്കെ വിളഞ്ഞത്, ആദ്യം ഉണ്ടായതൊക്കെ. പോയി നമുക്ക് അതും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടോണ്ട് പോകും. ആ തെങ്ങയിലും കുറെ തേങ്ങ ഉണങ്ങി കിടപ്പുണ്ട്. വിളിക്കുവാണെങ്കിൽ 3-4 തെങ്ങ് കാണും കയറാൻ കേട്ടോ. നോക്കാം. ഇതിലൊരു 2 ചക്ക കിടപ്പുണ്ട്. അതിനകത്ത് ഈ മേളിൽ കിടക്കുന്നത് വിളഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു. മുള്ളൊക്കെ പരന്നിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് കണ്ടിച്ചു നോക്കാം. താഴെ പോയിട്ട് കയറി വരാം, വന്നിട്ട് നോക്കാം. ഇവിടെയാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് വരുന്നത്. ഇതാണ് വലുതായിട്ട് വലിയ വില്ല വരുന്നത്. ഒരാളുടെ തല മാത്രം മേളിൽ കാണുന്നുണ്ടോ? ആളെ ആരാന്ന് അറിയത്തില്ലല്ലേ. മറ്റേ ജഗതി മണ്ണിന്റെ മേളിൽ തല മാത്രം കാണുന്ന. ഇതൊക്കെ ഭയങ്കര ഐഡിയ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. അതായത് കണ്ടോ, മേളിൽ നിന്ന് വാർക്ക ഇതെല്ലാം കോൺക്രീറ്റ് കൂട്ടിയിട്ടേ അവിടുന്ന് ഒരു പൈപ്പിനകത്തൂടെ ഇങ്ങോട്ട് വിടുക. അത് പിന്നെ ഇത് കണ്ടോ, ഈ പാത്തിക്കകത്തൂടെ വന്ന് താഴോട്ട് വീഴുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ഒത്തിരി പണിക്കൂലി ലാഭമുണ്ടേ. ഭയങ്കര ടെക്നോളജി ഒക്കെ ആണല്ലോ. ടെക്നോളജിയാണ്. നല്ല ഐഡിയ അല്ല. മേളിൽ നിന്ന് അത്രയും ഹൈറ്റിൽ നിന്ന് ഇത് കൂട്ടി വിടുന്നതുകൊണ്ട് കറക്റ്റ് വന്ന് നമ്മളെ കറക്റ്റ് ഇതുകൊണ്ട് അതിനകത്ത് വന്ന് വീഴുക ചെയ്യുന്നത്. ഇതൊരു ഐഡിയ ആയതുകൊണ്ട് എത്ര പേരുടെ പണിക്കൂലിയാ ലാഭം എന്നറിയാമോ? നീ അവിടെ കാല് സെറ്റായി പോവോ? കേറി പോരാൻ പറ്റുമോ? മേച്ചിയുടെ കാല് സെറ്റായി പോകുന്നു. അതെ. ഈ തേങ്ങ കയറാൻ ആളില്ലെന്ന് പറഞ്ഞപ്പോ ഇതുണ്ടോ, അവൻ കേട്ടു. അവൻ അവിടെ തേങ്ങ കയറി തേങ്ങ ഇട്ടോണ്ടിരിക്കുക കേട്ടോ. ഇതാണോ നിങ്ങൾ പറഞ്ഞ തേങ്ങ കയറാൻ ആരും ഇല്ലെന്ന്? അത് കുഴപ്പമില്ല, അവൻ കയറിയിട്ട് ഇറങ്ങട്ടെ. അവനെ കൊണ്ട് മേളത്തെ തെങ്ങയിലും കയറ്റിച്ചേക്കാം. അവൻ കരിക്കിടുവാ, കരിക്ക്. കൈ കൊണ്ടാ പറിക്കുന്ന കേട്ടോ. ഇതെന്നാന്ന് ഓർക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ പ്ലാക്കാടി. ഇതിന് പ്ലാക്കാടി ഒത്തിരി കാലമായി കണ്ടിട്ട്. ആടൊക്കെ ഇഷ്ടം പോലെ തിന്നുന്നത് അല്ലേ? ആടിനും മുയലിനും കൊടുക്കുന്നത്. നാട്ടുമ്പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളം നനയ്ക്കാനുള്ള വേനൽക്കാലത്തെ സോഴ്സ് ആണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അതിനകത്തുനിന്ന് മേളിൽ നിന്ന് ഹോസ് ഇട്ടിട്ടുണ്ടല്ലോ, വെള്ളം ചാടുന്നുണ്ടല്ലോ, എപ്പോഴും ചാടുന്നുണ്ട്. ആ മേളത്തെ മേളിൽ പുല്ലുമൂടി കിടക്കുന്നതും കുളം, അതിനകത്തോട്ട് നമ്മൾ തോട്ടിൽ നിന്ന് ഹോസിട്ട് അതിനകത്തോട്ട് വരുത്തും. എന്നിട്ട് അത് നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഇതിനകത്തോട്ട് ഇടും. അങ്ങനെയാണ് ഇതിനകത്തുനിന്നാണ് നമ്മൾ ഏലത്തിനുള്ള വെള്ളം എല്ലാം എല്ലാ കാര്യത്തിനുള്ളത് ഇതിനകത്തുനിന്നാണ് വേനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ പണി തീർന്നു കഴിയുമ്പോഴത്തേക്കിനും കണ്ടോ നല്ല രസമായിരിക്കും, നല്ല സീനറിയാണ്. ഇതിന്റെ പുട്ടി വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുട്ടി വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മൊത്തം നമ്മൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും ചെടികൾ വെച്ച് പിടിപ്പിക്കണം. നല്ല അടിപൊളിയാണ്. അതെ, ചെടികൾ മനോഹരമായ ഒരു വില്ലകളാണ് അല്ലേ? അല്ലെ, ഇപ്പോഴത്തെ വീഡിയോയും അന്നേരത്തെ കൊടുക്കണം അല്ലേ? കാണുമല്ലേ, എന്ത് വ്യത്യാസം കാണും. നമ്മുടെ തോട്ടത്തിന്റെ ഏതാണ്ട് താഴ്ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ വില്ല പ്രോജക്റ്റുകളെല്ലാം വന്നേക്കുന്നത്. നല്ല രസം. ഇതിൻ്റെ മേളിൽ നിന്നൊക്കെ 2ാം നിലയിൽ നിന്നൊക്കെ നല്ല വ്യൂ ആണ്, കാണാനൊക്കെ നല്ല സുന്ദരമായ കാഴ്ചകളാണ്. ഏലത്തോട്ടത്തിൻ്റെയും എല്ലാം നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ എല്ലാം പണി തീർന്ന് ലോഞ്ചായി കഴിയുമ്പോൾ നല്ല ഒരു
പ്രോപ്പർട്ടി അമ്മമാര് കയറി ഇറക്കിക്കൊണ്ട് പോയി. പണിയൊക്കെ തീർന്നു വരുമ്പോഴത്തേക്കിനും അതെല്ലാം മറക്ക് നടക്കുന്നു. അമ്മയും പ്രിയയും കൂടെ താഴേന്ന് കയറി വരുന്നുണ്ട്. താഴെയൊക്കെ പോയിട്ട് വരുന്ന വരവാണ്. 2 ചക്കയൊക്കെ ഇട്ടിട്ടുണ്ട്, നോക്കാം. ആവശ്യപ്രകാരം നമ്മുടെ ബായി കയറി 2 ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വിളഞ്ഞാണോന്ന് ദൈവത്തിൻ്റെ വിളഞ്ഞാണെന്ന് ഇനിയിപ്പം തുനിക്ക് നോക്കുമ്പോൾ അറിയാം. വീട്ടിച്ച് നോക്കാം. ശരിക്കും പറഞ്ഞാൽ താഴോട്ട് ഇറക്കി വെക്കുമായിരുന്നെങ്കിലേ അതിലേ പോയാൽ മതിയായിരുന്നു. അതിലെ വണ്ടി വരാൻ പാടാ. റോഡ് കോൺക്രീറ്റ് അല്ല ടാർ ചെയ്യാനായിട്ട് കുറച്ചവിടെ കുഴിച്ചിട്ടേക്കുക. ഓരോ പണിയെല്ലാം നല്ലപോലെ നടക്കുന്നത്. പെട്ടെന്ന് പണി തീരട്ടെ. പിന്നെ നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് നടത്തുന്നേ കമ്പം മുന്തിരിത്തോട്ടമൊക്കെ പോകാനായിട്ട് അടുത്താണ്. അതുപോലെ തന്നെ രാമക്കൽമേട്, ആമപ്പാറ, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. വന്ന ഒരു പാക്കേജ് ഒരു 3 ദിവസം തന്നെ ആണേലും കറങ്ങാനുള്ളതുണ്ട്. വീട്ടിൽ പോയാലോ? അതെ, പെട്ടെന്ന് പണിയെല്ലാം തീർക്കും. ഞങ്ങൾക്ക് ധൃതിയായി. പൂളിലൊക്കെ ചാടി റിസോർട്ടിലൊക്കെ താമസിക്കാൻ ധൃതിയായിരുന്നു. നമ്മൾ ആദ്യം പരസ്യം ചെയ്ത് കാണിക്കണം, അപ്പോഴല്ലേ ആൾക്കാർ വരുള്ളൂ. ഇത് ചക്ക എടുത്ത് വീട്ടിൽ പോയേക്കാം. എന്നാ തേങ്ങ പിന്നെ കയറുമോ? തേങ്ങ ഇപ്പൊ ഒന്നും ഇടാൻ നേരമൊന്നുമില്ല. അവൻ തച്ചുംപുറത്ത് നിന്ന് പണിയുമല്ലേ. ചക്ക വിളഞ്ഞതാണോന്നൊന്നും അറിയത്തില്ല. ഏതായാലും പറിച്ചിട്ടുണ്ട്. വിളഞ്ഞാലും ഇല്ലെങ്കിലും ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് ഇത് വേസ്റ്റ് തിന്നും. ഉറപ്പായിട്ട് ചക്കപ്രാന്തികൾ ഓർത്താ കൊണ്ടുപോകുന്നത്. ചക്കയും കാന്താരിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കാന്താരിയും കൂടെ പറിക്കായിരുന്നു നമുക്ക്. അതറിയില്ല. അവിടുത്തെ ഒരു ചീനി, ആ വലിയ ചീനി ഉണങ്ങിപ്പോയി കേട്ടോ. ഇതെല്ലാം ഉണ്ടോ? ഇതേല് ഉണ്ടോ നോക്കാം. പൂവായതേ ഉള്ളു കേട്ടോ. കായ് ഓർഡർ ഉണ്ടോ? വേവിക്കാനായിരിക്കും. കാണിച്ചു കൊതിപ്പിക്കാനാണോ? നല്ലപോലെ വിളഞ്ഞില്ലെങ്കിലേ ചക്ക ആയതുകൊണ്ട് മാത്രം കളയി വില. കുരു വീഴുന്നുണ്ട്. ഇവിടുത്തെ ചക്കയെല്ലാം പൊതുവേ ചുള വെള്ളയാ. നമുക്ക് ഈ ചക്കക്കുരു തോരൻ വെക്കാം. ഈ നല്ലപോലെ വിളയാത്ത ചക്കയുടെ കുരു തോരൻ വെക്കാം. നല്ലതാ. ഇഞ്ചി ഉള്ളിയും കരിയേപ്പില എല്ലാം ഇട്ട് തോരൻ വെക്കാം നാളെ. ഇനിയിപ്പോൾ തുടങ്ങും. ചക്കയും ചക്കക്കുരു മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ്. പക്ഷേ ഇത് ഇനി ഉടനെ ഒന്നും ഇല്ല കേട്ടോ. ഈ 2 ഉള്ളായിരുന്നു ഇത്രയായത്. ബാക്കിയെല്ലാം കിടക്കുന്നത് ചെറുത് ആയി വരുന്നേ ഉള്ളൂ, ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷെ എല്ലായിടത്തും നാട്ടിൻപുറത്തും ഇത്തവണ കുറവാ ചക്ക. മാവാണേലും എല്ലാം പൂത്തിട്ട് കണ്ടില്ലേ. വെയിലിൽ കൂടുതലായോണ്ട് എല്ലാം കരിഞ്ഞു പോയി. നോക്കി നിൽക്കാതെ ഒരു കത്തി എടുത്തോണ്ട് വാ. ഇതിന്റെ ഒരു കുത്തിക്ക് ജൽദി കറോ വെച്ചാ പോരാ. ഞങ്ങൾ 2 കൂടെ തന്നെ ഇരുന്നാലേ എടുത്തോണ്ട് പുളിയേ. എത്ര കിലോ കൊണ്ടുവന്ന? 10 കിലോ. 10 കിലോ. ഇനിയത്തെ പണി ഇതാ കേട്ടോ. ഇഷ്ടം പോലെ പുളി വരും. അതിന്റെ മുഴുവൻ കുരു കുത്തണം. അവരോട് നമുക്ക് തങ്കമ്മേനെ കൊണ്ടുവരാം. പൊട്ടച്ചക്ക ആയിരുന്നെങ്കിലും വേവിച്ച് കഴിഞ്ഞപ്പോ നല്ലതാട്ടോ. ഞാനോടത്തെ ഇനി കൊത്തച്ചക്ക വേവിക്കുന്ന പോലെ ഇരിക്കുവാന്നേ. പക്ഷെ നല്ലതാ വേവിച്ചിട്ട്. അങ്ങനെ തോന്നുന്നത്. ചക്കപ്പുഴുക്കിന്റെ കൂട്ടത്തില് നല്ല വത്തലമുളക് അരച്ചത്, ഉണക്കമീൻ വറുത്തതും നല്ലതാ. ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പുഴുക്ക്. കൊതി മൂത്ത് പറിച്ചോണ്ട്. അതെ, ഇനിയും കിട്ടത്തില്ല കേട്ടോ. ഇനി ഉടനെ ഒന്നുമില്ല. എന്നാലും സംഭവം കൊള്ളാം, സൂപ്പറാ. കുറിച്ചി വറുത്തത്. ഞാൻ ഒരാഴ്ചത്തേന് പോകാം. ചക്കയൊക്കെ വറുത്ത് കൊണ്ടുവരാറാകുമ്പോഴത്തെ വിളകൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി. 2 വിഷയപ്പെടുന്നുണ്ട്. ഇനി ചക്ക ചോദിച്ചിരിക്കുന്നവർക്കൊക്കെ പിന്നെ എങ്ങനെ കൊടുക്കും? അത് ശരിയാ. ഇവിടെയെങ്കിലും ഇല്ല, നാട്ടിൽ നിന്ന് കൊടുക്കാം അല്ലേ. അവിടെ 3-4 മാസം കൂടെ കഴിയാതെ ഒരിടത്തും ചക്കയാതെ 4 മാസം കൂടെ ഇരുന്നില്ല. ഈ പറഞ്ഞിരുന്ന ഇപ്പൊ വിരിയുന്നുണ്ട്. എന്നാലും കൊള്ളാം കേട്ടോ. വേവിച്ചിട്ട് കുഴപ്പമില്ലല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനിയും ചക്കയൊക്കെ ആകുമ്പോൾ പുതിയ ചക്ക വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും